ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രയോജനകരമായ നിലകളിൽ കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Amen. Praise the Lord. Praise the Lord. സർവശക്തന് മഹത്വം. ഇന്ന് ഇപ്രകാരം ഈ സോം പ്ലാറ്റ്ഫോമില് എനിക്കും ആയിരിക്കാന് സ്വർഗത്തിലെ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇപ്രകാരം നമുക്ക് പിന്നെയും ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് കർത്താവിന് സ്തോത്രം. എനിക്ക് രാവിലെ ഒന്ന് കയറാൻ പറ്റി 8 മണിക്ക്. പിന്നെ നെറ്റിന്റെ ഇഷ്യൂസ് ആയിരുന്നു, ഇതാ കയറാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും സമയമായപ്പോൾ കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്തു. അതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഏകദേശം 4 വർഷമായിട്ട് ഫെബാൻറ്റിയോട് ഒരുമിച്ച് ഞങ്ങളൊരു പ്രെയർ ഗ്രൂപ്പിൽ ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും പരിചയപ്പെടാനും ക്രിസ്തുവിലുള്ള സ്നേഹബന്ധത്തിലായിരിക്കാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യം എത്ര വലുതാ അല്ലെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് കാണുവാനും പരിചയപ്പെടുവാനും മാത്രമല്ല ആ ക്രിസ്തുവിലുള്ള സ്നേഹം പങ്കിടുവാന് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കാണാനോ പരിചയപ്പെടാനോ ഒന്നും ഒരവസരവും ഇല്ലല്ലേ. പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട നിമിത്തം നമ്മൾ നമ്മുടെ ശരീരത്തിലെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തല്ലേ. എത്ര ഒരു ഭാഗ്യ പദവിയാ കർത്താവ് നമുക്ക് തന്നതല്ലേ. പലപ്പോഴും നമ്മൾ ഈ ഭാഗ്യ പദവി എല്ലാം അങ്ങ് മറന്നു പോകും കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നവരാ. അപ്പം നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മളെ അലട്ടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ കർത്താവിന്റെ തേജസ്സിന്റെ പൊന്മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ ദിവസത്തെ ജീവിതത്തിലും നമുക്ക് എക്സസൈസ് ചെയ്യുവാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിന്റെ വചനം നമ്മളിങ്ങനെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കുമ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയങ്കര എന്നുവെച്ചാൽ സ്വർഗം നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ശരിക്കും ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോ നിമിഷം അത് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. രാവിലെ പ്രെയർ ഗ്രൂപ്പിൽ കയറിയപ്പോൾ നമ്മുടെ ടെസ്സി ആൻറ്റി പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ടെസ്സി ആൻറ്റി എന്ന് വെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ മുറിവിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഓയിൽമെന്റ് തേക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ വിടുതൽ നടക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ തിരുവചനം കേൾക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദേശം 27 വർഷങ്ങൾക്ക് മുൻപ് സുജാതയും സഹിച്ചേനെയും പരിചയപ്പെടുവാൻ ദൈവം അവസരം ഒരുക്കി. ആ സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ഇന്നും ആയിരിക്കുന്നു. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തനും കർത്താവിന്റെ ദാസിയുമാണ്. അനേക ശുശ്രൂഷകൾ ദൈവം അവരിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വ്യാപ്തി ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. എന്ന് പകൽക്കാലം അതിശക്തമായ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ എല്ലാം അത് പറയുവാൻ അഭിഷിക്ത ദാസിയെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കാം. പ്രത്യേകമായിട്ട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധാനത്തിൽ ഇരുന്നുള്ള 118-ാം സങ്കീർത്തനം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. പിന്നെ 17-ാം വാക്യം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇന്നേക്ക് ഒരു 11 വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ താണിരുന്നോളാം. കർത്താവിന്റെ ദാസിയുടെ സമയം ഒട്ടും ഞാൻ എടുക്കുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നമ്മുടെ കൂടാരത്തിൽ എപ്പോഴും ഉണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തില് പല ഇൻസിഡൻസുകളും നമ്മളിങ്ങനെ ഫേസ് ചെയ്യും, മുഖാമുഖം ഇങ്ങനെ കാണും. പക്ഷെങ്കിൽ ഓരോ സാഹചര്യത്തിലും നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരംഗത്തെ നോക്കുക കേട്ടോ. നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതെന്ന്. പലപ്പോഴും നമ്മുടെ അധരത്തിൽ വചനമുണ്ട്, ഹൃദയത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ വരും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു മൂവാറ്റുപുഴ.
2014 ആഗസ്റ്റ് മാസം 19-ാം തീയതി പാസ്റ്റർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴ് 20-ാം തീയതി രാവിലെ ഒരാൾ വിളിച്ച് പറയാ, പാസ്റ്റർ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പം കാണുന്നത് വെന്റിലേറ്ററിലാണ്. ഈ പച്ച ഷീറ്റ് ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ മാറ്റിയിട്ട് അവര് കർട്ടൻ മാറ്റി കാണിക്കുമ്പം ഇങ്ങനെ ഇത് മാറ്റിയിട്ട് ടോർച്ച് അടിച്ച് കണ്ണിലേക്ക് ഇങ്ങനെ കണ്ണ് വലിച്ചു തുറന്നിട്ട് ടോർച്ച് അടിച്ച് കണ്ണിലേക്ക് നോക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്നവര്, ഞാനും മോനും വേറെ 2 പേരും കൂടെ പോയത്. വന്നവര് അവർ ഒരു പ്രാവശ്യം നോക്കി മാറിപ്പോയി. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. നമുക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ നോക്കി നിന്നു. പക്ഷെങ്കിൽ പോകുമ്പോൾ തൊട്ട് ഈ ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഇത് പാടി ആരാധിച്ചാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രേരണ. കയറി റൂമിൽ ചെന്ന് പാസ്റ്ററെ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ഞാൻ നേഴ്സുമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഇതെന്താ പറയുന്നത്, അതൊന്നും നടക്കത്തില്ല, ഇത്രയും പേഷ്യൻസ് കിടക്കുന്നിടത്ത് അങ്ങനെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഡോക്ടറുടെ ഒത്തിരി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഡോക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാനും മോനും കൂടെ ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, എന്തിനാ കയറുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഒന്ന് പ്രാർത്ഥിക്കാൻ, എന്നാ കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ പെർമിഷനോടെ കയറിയപ്പോൾ അവിടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. ഒരു സാധാരണ വെന്റിലേറ്ററിൽ കിടക്കുന്നവർക്ക് നമ്മൾക്ക് ഇവിടെയെങ്കിലും ഒരു ചെറിയ ഇത് കാണാൻ പറ്റും. അതുപോലും ഇല്ലാത്ത ഒരു അനുഭവത്തിലാണ്. 1% പോലും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് അന്നേരം പറഞ്ഞത്. ഞങ്ങളോടത് പറയുന്നില്ല. അപ്പോഴ് ഞാനവിടെ മുട്ടുമ്മേൽ നിന്നിട്ട് നെഞ്ചത്ത് കൈവച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം ഇതാണ്, 118-ാം സങ്കീർത്തനം 17-ാം വാക്യം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ 3 പ്രാവശ്യം ഇത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, ജീവനോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എൻ്റെ പപ്പയായിട്ട് ഞാൻ മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത് കാണുന്നു. യേശുവേ, അങ്ങനെ ചെയ്തതിനായി നന്ദി. പിന്നെന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ ഹാർട്ട് ശരിക്കും നല്ലതായിട്ട് ഇങ്ങനെ അനങ്ങി. ഞാൻ 100% വിശ്വസിച്ചു. കർത്താവ് തിരിച്ചു തന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കൃപയാല് 11 വർഷമായി. 1 വർഷം 1.5 വർഷം ഞാനൊരു കുഞ്ഞു കുട്ടിയെ പോലെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വന്നു. ഫേബാൻറ്റിയൊക്കെ വന്ന് കണ്ടതാണ്, ദേവദാസനെ കണ്ടതാണ്. എന്നാല് ദൈവം കൊടുത്തവിടെ. എന്നോട് ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞു, കിട്ടാതിരിക്കുക നല്ലത്, കിട്ടിയാൽ ഒരു ബൊമ്മയായിരിക്കുമെന്ന്. പക്ഷേ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതെ, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമ്മുടെ കർത്താവിന് സകലവും സാധ്യമാണ്. ആകയാൽ ഈ നാളുകളിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഏത് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഏത് വിഷയത്തെ, അതായത് നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞ കർത്താവ്, നമുക്ക് പ്രയാസമുള്ള ഏത് കാര്യത്തെ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്നാൽ ദൈവം ആ കർത്താവിന്റെ പ്രവൃത്തി നിശ്ചയമായിട്ട് ചെയ്യും. ഒരു കാര്യമുണ്ട് കേട്ടോ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരിക്കലും ആ കാര്യം പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകരുത്. എന്നുവെച്ചാൽ നമ്മൾ കർത്താവിന്റെ കയ്യിലേക്ക് ഒരു കാര്യം കൊടുത്താൽ പിന്നെ അതിന് നമ്മൾ സ്തോത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആ ഭാരം എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ കർത്താവ് പറയും, എന്നാ നീ അനുഭവിച്ചോ, അല്ലെങ്കിൽ നീ ചെയ്തോ, ഞാനിവിടെ മിണ്ടാണ്ടിരിക്കും. അതേസമയം മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. അതെ, നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി മൗനമായിട്ടിരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അതിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരിക്ക് സമയം വേണമല്ലോ, അപ്പം സഹോദരൻ കേൾക്കുവാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ച് തന്നത് ഓർത്ത് ഞാൻ പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു. വിശേഷാൽ പേബാന്റിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കും. താങ്ക് യു മോളി സിസ്റ്ററെ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ വിലയേറിയ ദാസിയാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ എല്ലാവരെയും വീട്ടിൽ കൈക്കൊള്ളുകയും ഹല്ലേലൂയ ഒക്കെ ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും ശക്തമായ കർത്താവിൻ്റെ വേലയിലും ശുശ്രൂഷയിലും വചനത്തിലും ഒക്കെ ആയിരിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ പ്രിയ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ഹല്ലേലൂയ മരണത്തിൻ്റെ കണികളിൽ നിന്ന് കർത്താവ് വിടുവിച്ച ഒരു അത്ഭുതം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഞാൻ ഹല്ലേലൂയ യഹോവയുടെ വീര്യപ്രവൃത്തികളെ വർണ്ണിക്കും, നാൾതോറും അവൻ്റെ സ്തുതിയെ പ്രസ്താവിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ.
നമുക്ക് ഓരോരുത്തർക്കും സമയം ലഭിച്ചാൽ ഇതുപോലെ സിസ്റ്ററിന് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഇത് മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് വലിയ വിപത്തിൽ നിന്ന് വിടുവിച്ച് ജീവനോടെ പുതലത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി ഡോക്ടർമാരുടെ വിധികളെയൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്ത ഒരു സാക്ഷി നമ്മോട് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വലിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് പറയാനുണ്ട്. സമയം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സാധിക്കുമായിരുന്നു. അത്യാവശ്യം ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ഒരു 5 മിനിറ്റ് എനിക്ക് വേണം, ദൈവം ഒരു അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുവദിക്കുന്നതായിരിക്കും. നമുക്കത് മറ്റ് പൊതുപ്രയോജനത്തിനായിട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സുജാ സിസ്റ്ററിനെ കുറിച്ച് കേട്ടല്ലോ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദേശത്ത് നിൽക്കുകയും കുറുകയും നടന്ന കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴവർ കോട്ടയം പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നു. കർത്താവിന്റെ ദാസനും ദാസിയും എപ്പിസോഡുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ദാനമായി 2 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. 2 പെൺകുഞ്ഞുങ്ങൾ, അവരെ വിവാഹം കഴിച്ച് കുടുംബസ്ഥരാണ്. കുഞ്ഞുങ്ങളോടൊപ്പം ഒക്കെ പല സ്ഥലങ്ങളിൽ അവരായിരിക്കും. കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യങ്ങളും കർത്താവ് ചെയ്ത വിഷയങ്ങളും കർത്താവ് തനിക്ക് വേണ്ടി തന്നിലൂടെ ഇന്ന് ശുശ്രൂഷിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കർത്താവിന്റെ ദാസിയെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് കൃപയോടുകൂടെ നിർത്തട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി പ്രഭാതത്തില് കർത്താവിന്റെ തിരുവചനവുമായി, കർത്താവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവുമായി കർത്താവിന്റെ പാദപീഠത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട സാവകാശങ്ങൾക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ശബ്ദത്തിന് അല്പമായ ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ എബനേസർ മലയാളം ഫെലോഷിപ്പില് ഇപ്രകാരം ഈ സൂമിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ഫേബി ആന്റിക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞങ്ങൾക്കിങ്ങനെ പരിചയപ്പെടാനുള്ള അവസരം കർത്താവ് തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മോളി ആന്റിയാണ് എന്നെ ഈ പ്രകാരം പരിചയപ്പെടുത്തിയത്. പ്രകാരം ഒരവസരം ഒരുക്കുവാൻ തക്കവണ്ണം എന്നെ പരിചയപ്പെടുത്തുവാനും ഇങ്ങനൊരു അവസരം ഒരുക്കി തരുവാനും മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ ദാസിയെ കുടുംബമായി ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവാത്മാവിന്റെ നിറവും സാന്നിധ്യവും പ്രാർത്ഥിച്ചാരംഭിച്ചപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞാനും അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാമേ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കർത്താവ് നമുക്ക് തന്നല്ലോ. പ്രിയ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമ്മയെ ശക്തമായി ദൈവാത്മാവ് വീണ്ടും കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു, ആശംസിക്കുന്നു. ഇത് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തു. എന്നെ എല്ലാവർക്കും പരിചയമുള്ളവരൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും കർത്താവിന്റെ നാമത്തിൽ ക്രൂശിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ആ ക്രൂശിലെ ആ സ്നേഹം കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ ഒരുമിച്ച് ആക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ പകലിൽ ഇവിടെ ഭവനത്തില് എല്ലാ ചൊവ്വാഴ്ച പ്രകാരം മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് എന്റെ ശബ്ദമൊക്കെ ഇച്ചിരി പോയിരിക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹലോ, കേൾക്കാം. കേൾക്കാൻ പറ്റും. ഓക്കെ. എനിക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തെങ്കിലും നന്നായിട്ട് ശബ്ദം പുറത്ത് വന്നില്ല. എങ്കിലും വചനം പറയുമ്പോൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ഇനി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദൈവത്തിന്റെ വചനം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ സന്ധ്യാസമയം കർത്താവ് എനിക്കൊരു വചനം തന്നു. ആ വചനം ഞാൻ ഇങ്ങനെ കുറിച്ചൊക്കെ വെച്ചു. എന്നിട്ട് കർത്താവ് പ്രഭാതത്തിലെ ഞാൻ ആ വചനവാ സംസാരിക്കുന്നതോടെ ഞങ്ങൾക്ക് ചർച്ചിന്റെ ഞങ്ങളുടെ സെന്ററിന്റെ ഒരു സഹോദരിമാരുടെ സൂം മീറ്റിംഗ് രാവിലെ 5 മണിക്കുണ്ട്. ആ മീറ്റിങ്ങിലും ദൈവസന്നിധിയിലായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനങ്ങൾ 118 16 17 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവൻ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ആ വചനമാണ് കർത്താവ് എനിക്ക് തന്നത്. ആ വീര്യം പ്രവർത്തിക്കുന്ന യഹോവയുടെ വലങ്കൈ. പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനമാണ് ഞാനിവിടെ എടുത്ത് കുറിച്ച് എല്ലാം ഇങ്ങനെ വെച്ചേക്ക. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയിലൂടെ എന്നെ പരിചയപ്പെടുത്താനായിട്ട് നിന്ന
ദൈവദാസിയിലൂടെ ദൈവാത്മാവ് ഇടപെട്ട വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ പേര് സുജയ് എന്നാണ്. ഞങ്ങള് കട്ടപ്പന, ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 12 വർഷക്കാലം ചർച്ചിലായിരുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളെ വിടത്തില്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ഈ കോട്ടയം ജില്ലയിലേക്ക് വരാൻ കാരണം ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മോളുടെ പേര് അക്സ, മോന്റെ പേര് ജൂഫസ്. അവര് കുടുംബമായിട്ട് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. നേഴ്സായിട്ട് 2 പേരും വർക്ക് ചെയ്യുന്നു. ഇളയ മോള് ബെക്സി മോള്, അവളുടെ ഹസ്ബൻഡിന്റെ പേര് ജ്യോതിസ്. അവര് കുടുംബമായിട്ട് ന്യൂസിലാൻഡിലാണ്. അവരൊരു മ്യൂസിക് സ്കൂളൊക്കെ നടത്തി കർത്താവിന്റെ വേലയൂടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മോളെ ഇപ്പം ശാരീരികമായിട്ട് അല്പം ബലഹീനയായിരിക്കുന്നു. നിങ്ങൾ അവളെ ഓർത്ത് പ്രത്യേകാലം എല്ലാവരും ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണം. അങ്ങനെ ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് മൂത്ത മോള് ഇവിടെ കോട്ടയത്ത് കൊടുങ്ങൂരിനടുത്ത് ഇളപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു വീടൊക്കെ പണിതുകൊണ്ട് ഞങ്ങള് ഇങ്ങോട്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് പോരാനിടയായി. അപ്പൊ ഇങ്ങോട്ട് പോകുന്നപ്പോ ഇവിടെയുള്ള സെന്റർ ഞങ്ങളെ കട്ടപ്പന IPCയിലായിരുന്നു. ഇവിടെ പാമ്പാടി സെന്ററിലെ സാം ഡാനിയൽ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനാണ് ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ. അദ്ദേഹം ഞങ്ങളുമായിട്ടൊരു അല്പം റിലേഷനൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഇവിടെയുള്ള ചർച്ചിലാണ്, പാമ്പാടി നോർത്തില് ശാല എന്ന് പറയുന്ന ദൈവസഭയില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ഓർപ്പിച്ചതുപോലെ മരണകരമായ അനർത്ഥങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. കർത്താവിന്റെ ദാസന് മെഡിസിൻ അലർജി ഉണ്ടായി. ഒരു പല്ലുവേദന ഉണ്ടായിട്ട് ആ പല്ലെടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു ആന്റിബയോട്ടിക് കൊടുത്തു. അത് അമോക്സിലിൻ എന്ന മെഡിസിൻ കൊടുത്തു. ആ മെഡിസിൻ പെട്ടെന്ന് അതുവരെയും കുഴപ്പമില്ലായിരുന്നു. ആ മെഡിസിൻ അലർജിയായി മാറി. പെട്ടെന്ന് ശരീരം ഒരു നിശ്ചലമായി പോയി. മരണത്തെ മുഖാമുഖമായി കണ്ടു എന്നല്ല, ആദ്യമേ ഒരു പ്രാവശ്യം അങ്ങനെ വന്നു. അങ്ങനെ ഒരു യൂറിൻ പോകാതെയൊക്കെ വന്ന് ICUലായി. അങ്ങനെ 21 ദിവസം ഈ ട്യൂബിട്ട് ഇങ്ങനെ വീട്ടിൽ കിടപ്പിലായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഞങ്ങൾ ആ ട്യൂബ് എടുക്കാനായിട്ട് പോയപ്പോ ഈ 2 കാര്യങ്ങളും എന്നെ കർത്താവ് ദർശനത്തിൽ കാണിച്ചു. ഞാനും ഇപ്രകാരം കർത്താവിന്റെ ദാസി ഫേബയാന്റിക്ക് കർത്താവ് കൊടുത്ത കാഴ്ചപ്പാട് പോലെ ഇവിടെ അനേകരി ഈ സുബിലായിരിക്കുന്നവരുടെ ഉള്ളിലും ആത്മാക്കളെ കുറിച്ച് വലിയ ഭാരം കർത്താവ് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് പ്രകാരം നമ്മള് ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്ന എനിക്കറിയാം. എന്റെ ഉള്ളിൽ കർത്താവ് തന്ന ഒരു ദർശനമുണ്ട്. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അവയെ കഴിയുവാൻ ചില ദിവസങ്ങൾ വേറിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ അവസരം തന്നു. അങ്ങനെ ഞാനൊരു 40 ദിവസം 2006 ജനുവരി മാസം 10-ാം തീയതി മുതൽ ദൈവാത്മാവിനോട് ഇടപെട്ടു. നീ എന്റെ പാദപിടത്തിൽ ഇരിക്കുന്ന കർത്താവ് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുവരെ ഞാനിങ്ങനെ കൂടുതൽ ദിവസം ഫാസ്റ്റിംഗ് എടുക്കാത്ത വ്യക്തിയാണ്. കാരണം ഞാൻ എന്റെ ശരീരമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് വളരെ സ്കെൽറ്റായിട്ടിരുന്ന ഒരാളാണ്. എന്നാൽ അങ്ങനെ 40 ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. 40 ദിവസം ഉപവസിപ്പാൻ ഇരുന്നതല്ല. വീട്ടിൽ ആരോടും ഞാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ചർച്ചിലൊന്നും ആരോടും പറഞ്ഞില്ല. പലരും പറയും ഒറ്റയ്ക്കിരുന്ന് ഫാസ്റ്റിംഗ് എടുത്ത പ്രശ്നമാണെന്ന് പറയുമെങ്കിലോ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചിട്ട് വ്യക്തമായിട്ട് എന്നോട് ഇടപെട്ടു. നീ എന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്റെ ഹസ്ബൻഡ് ദൈവത്തിന്റെ വചനമൊക്കെ പഠിച്ച വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഒരു സുവിശേഷ വേല അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പേഴ്സണലായിട്ട് ഇവാഞ്ചലിസമായിരുന്നു ഇഷ്ടം. എന്നാൽ എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്രകാരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ എന്ന് പറഞ്ഞ് എനിക്ക് അതിനുള്ള വിളിയില്ല, അതുകൊണ്ട് നീ അത് ചെയ്തു, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ സഹോദരി കുടുംബമായിട്ട് കുവൈറ്റിലെ ജോലിയിലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അങ്ങോട്ടൊരു വിസയൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ വചനമൊക്കെ പഠിച്ച ആളാണ്. അതിനുശേഷമാണ് അങ്ങനെ കടന്നുപോയത്. അപ്പോൾ അവിടെ ഇരുന്ന് എന്നോട് ഇപ്രകാരം ഓർപ്പിച്ചു, വീട്ടിൽ ആരെങ്കിലും വന്നാലും നീ പ്രാർത്ഥിക്കണം, വേറെ ഒന്നും പോകല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭവനത്തിലിരുന്ന് അപ്പൊ എന്റെ ഹൃദയം പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നാലേ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തോട് ഇപ്രകാരം ഇടപെട്ടു. വീട്ടിൽ ആരെങ്കിലും വന്നാൽ പ്രാർത്ഥിച്ചോളാൻ അനുവാദം തന്നു.
മറ്റെങ്ങും പോകല്ലെന്ന് ഓർപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. എന്നാൽ ദൈവാത്മാവ് എന്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഹല്ലേലൂയ, നീ എന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഞാൻ എന്റെ ഭവനത്തിൽ ആരും അറിയാതെ രഹസ്യമായി ഭവന കാര്യങ്ങളൊക്കെ ചെയ്ത മാതാപിതാക്കളൊക്കെ ഉണ്ട്, കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് ദൈവപാദപീഠത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളൊന്നും വരുത്താതെ ദൈവസന്നിധി ജാഗരിപ്പാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി എന്റെ മേൽ ഇറങ്ങി, എന്റെ റൂമിൽ ഇറങ്ങി. എന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്ത ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ അഗ്നി എന്റെ മേൽ കത്താൻ തുടങ്ങി. ആത്മാവിന്റെ ശക്തി ആവരിച്ച് 18 ദിവസമായപ്പോ എന്റെ മാതാവ് പറഞ്ഞു, ഇനി ഇവിടെ വാസിംഗ് എടുക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാന് പ്രകാരം ഓർത്ത് 21 ദിവസം എല്ലാരും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ടല്ലോ, 21 ദിവസം അങ്ങനെ തീരുമാനിച്ചു. എന്നാലേ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും എന്നെ ഒരു ബോർഡ് ചോക്ക് കൊണ്ട് 40 എന്ന് എന്നെ എഴുതി കാണിച്ചു. അങ്ങനെ ഞാൻ ഞാൻ ഉപവാസം മുൻപോട്ട് തുടരാനിടയായി. അങ്ങനെ 32ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും എന്റേതാകുന്ന സ്വന്തം ആവശ്യങ്ങളോ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ ഭവനത്തിന്റെ കാര്യം പോയില്ല. ഞാൻ ദൈവസന്നിധാനത്തിൽ നിന്ന് കരയാനിടയായി. ദൈവാത്മാവ് എന്റെ ഭവനത്തിൽ ഇറങ്ങി ആത്മാവിന്റെ ശക്തിയോടെ ഞാൻ ദേശത്തിന് വേണ്ടി ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി ആവരിച്ചു കൊടുത്തപ്പോ ആ ദേശത്തൊരു സഹോദരി ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി. ഞങ്ങൾ ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലം, കട്ടപ്പനയ്ക്ക് അടുത്ത് അഞ്ചുരുളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ വെള്ളത്തിൽ പോയി ചാടി മരിക്കാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സഹോദരിയുടെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഇടപെട്ടു. ഞാനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. സുജയുടെ വീട്ടിലോട്ട് പോന്ന് സംസാരിച്ച് എങ്ങോട്ടുള്ള വീട്ടിലോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ആ പ്രിയ സഹോദരി വന്നു. അങ്ങനെ 32ാമത്തെ ദിവസം എന്റെ വീടിന്റെ വാതിൽക്ക് വന്ന് മുട്ടിയ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറന്നു. ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട സിസ്റ്റർ ആയിരുന്നു. ഇന്ന് അവർ വളരെ അനുഗ്രഹത്തോടെ US-ലായിരിക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ വിടുവിച്ചു. 35ാമത്തെ ദിവസം വീണ്ടും ഒരു പ്രിയ സിസ്റ്റർ, ഹല്ലേലൂയ, അത് RC ഫാമിലിയിൽപ്പെട്ട ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സിസ്റ്റർ ആയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ആ പ്രിയ സഹോദരിയോട് ഇടപെടാനിടയായി. ഹല്ലേലൂയ. അവരും ആത്മഹത്യ ചെയ്യുവാൻ വളരെ കുടുംബ പ്രശ്നത്തില് ആത്മഹത്യക്ക് വേണ്ടി ഫാനൽ ഷോൾ ഇട്ട് കുരുക്കിയിട്ട് സ്റ്റൂളിൽ കയർ നിന്ന് കഴുത്തിലേക്ക് ഈ കയർ ഇങ്ങനെ ഈ കുരുക്ക് കയറ്റാൻ തുടങ്ങുമ്പോ ഒരു വലിയ വെളിച്ചത്തിനകത്ത് എന്റെ മുഖം കണ്ടെന്നാ പറഞ്ഞത്. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് വന്നു ഒരാളെ പറഞ്ഞു വിട്ടു, ഞാൻ അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അമ്മച്ചി അത് സമ്മതിച്ചില്ല, കാരണം സഹിച്ചാൻ അങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് അനുവാദം തന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് ഒരു കത്തെഴുതി, ഇന്ന് സുജയന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ നാളെ സുജയൻ കരയേണ്ടി വരുമെന്ന് എഴുതിയ ഒരു കത്തുമായിട്ട് ഒരാൾ വീട്ടിൽ വന്നപ്പോ എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ചെന്നു. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം തന്നു. ദൈവാത്മാവ് സിസ്റ്ററെ വിടുവിച്ചു. ഇത് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവർ ജീവിക്കുന്നു. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വലിയ ദൈവപ്രവർത്തികൾ 32ാമത്തെ ദിവസം മുതൽ കർത്താവിന്റെ ഭവനത്തിന്റെ വാതില് 2010 ജനുവരി മാസം ഹല്ലേലൂയ ആരംഭിച്ച ഉപവാസത്തിന്റെ മറുപടി ഫെബ്രുവരി മാസത്തിൽ ദൈവത്തിന്റെ വിടുതലായിട്ട് ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ആമേൻ, ഇന്നലെ വരെ അനേകർ കടന്നു വന്ന് വിടുവിക്കപ്പെടുവാൻ അനേക വിടുതലുകൾ കഴിഞ്ഞ പകലിലും ഒരു പൈശാചിക ബന്ധനം അഴിഞ്ഞ് ആമേൻ ചില വിടുതലുകൾ കർത്താവ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കട്ടപ്പനയിൽ ചെന്നപ്പോ ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിപ്പാൻ കഴിയാത്ത, നമുക്കിപ്പോ പുറത്ത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള സ്തോത്ര പ്രതിസന്ധികളിലൂടെ അനേകർ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ചിന്തയ്ക്കകത്തുനിന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ദേശത്ത്, നാം പാർക്കുന്ന ദേശത്തിന്റെ കാവൽക്കാരാണ് നമ്മുടെ ദേശം നമ്മുടെ കയ്യിൽ തന്നേക്കുക. ഹല്ലേലൂയ. നാം സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു യഹൂദയാണെങ്കിൽ ഹല്ലേലൂയ, ദേശം നമ്മുടെ കയ്യിലാണ്. ഹല്ലേലൂയ. ദേശത്തെ ശത്രു യുദ്ധത്തിന് വരുന്നത് സ്തുതിക്കുന്നവന്റെ നേരെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് സ്തുതി ഉണ്ടെങ്കിൽ ഈ ദേശത്തെ സകല വ്യക്തികളെ കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. അവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. നമ്മൾ
നമ്മൾ ഈ ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി ഇടിവിൽ നിന്ന് ജാഗരിപ്പാൻ തക്കണം കർത്താവ് നമ്മളെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കാര്യങ്ങളും വ്യവഹാരങ്ങളും എല്ലാം കർത്താവ് നടത്തിത്തരും. നമുക്ക് വേണ്ടി സകലതും നിർവഹിപ്പാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. എനിക്ക് വേണ്ടുന്നത് മുഴുവനും ഞാൻ ചോദിക്കാതെ, ഞാൻ നനയ്ക്കാത്ത കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെയും കർത്താവ് 2008 അദ്ദേഹത്തിന്റെ ഉള്ളിലും ദൈവാത്മാവ് ഇടപെട്ട് കർത്താവ് വ്യക്തമായി സംസാരിച്ച് പൂർണ്ണ സമയം കർത്താവിന്റെ വേല ചെയ്യുവാൻ ജോലി വിട്ട് രാജ്യം വിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കേരളത്തിലേക്ക് കടന്നു വരാനിടയായി. ഇന്ന് പകൽക്കാലം ഇതിനകത്ത്, ഈ സൂമിനകത്തുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മളോടുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ഹിതങ്ങൾ നാം അറിയുന്നതിന് മുന്നമേ നമ്മെ അറിയുന്ന ഒരു ദൈവം. ഇരമ്യാ പ്രവചനത്തിനകത്ത് 1-ാം അധ്യായത്തില് ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിനകത്ത് അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ട ഒരു ദൈവമാണ്. നമ്മൾ ആരാകണമെന്ന് അറിഞ്ഞ ദൈവമാണ്. അമ്മ അറിഞ്ഞതിന് മുന്നമേ നമ്മെ അറിഞ്ഞ ഒരു കർത്താവ്, ഒരു അസ്ഥി ഉദരത്തിലെ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ട ദൈവം. നമ്മൾ ആരാകണമെന്നും ജാതികൾക്ക് പ്രവാചകനായി നമ്മെ നിയമിച്ച ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരട്ടെ. അതിനായി ദൈവകരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഞങ്ങളായിരുന്ന ദേശത്തൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. പലരും എന്നെ ഇപ്രകാരമൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളെ തനിയെ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോ ഹല്ലേലൂയ, അനേക വിടുതലുകൾ കർത്താവ് ചെയ്തു. അനേക ജാതികളിൽ പല വിധത്തിലുള്ള ആൾക്കാരെ, പല സമുദായത്തിലുള്ളവരെ, ഹൈന്ദവരെ, മുസ്ലിംസ് എല്ലാവരും കടന്നു വന്ന് വിടുതലുകളും അത്ഭുതങ്ങളും പ്രാപിപ്പാനിടയായി. പ്രായമുള്ള മാതാപിതാക്കൾ ഭവനത്തിലുള്ളത് കൊണ്ട് അവനോട് ഉറപ്പിച്ച് ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചാൽ അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ പറഞ്ഞു, അത് നമ്മളല്ലേ ചെയ്യുന്നത്, നമ്മളൊരു ഉപകരണമല്ലേ. ഹല്ലേലൂയ. ഒരു കൽഭരണിക്കകത്തുനിന്ന് നിറയപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവാത്മാവിന്റെ ഹല്ലേലൂയ നിറവ്, രുചിയുള്ള വീഞ്ഞ്, ഹല്ലേലൂയ, ഒരു പകരപ്പെടാൻ, നിറയപ്പെടാൻ ഒരു പാത്രമായിട്ടാണ് കർത്താവ് എന്നെ കണ്ടേക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തിയാ വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയെങ്കിലും ഒരു ദൈവദാസനോട് ഇപ്രകാരം ഓർപ്പിച്ചു, സിസ്റ്ററെ, നിങ്ങൾ തനിച്ചാണ്, നിങ്ങൾക്ക് ആരുമില്ല. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പിന്നിൽ ആരും, ബലം തരാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നതിൽ ഒത്തിരി ഭയപ്പെടണം. ഇന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പലരും എന്നോട് ഇപ്രകാരം ചോദിച്ചു, ഒറ്റയ്ക്കിരുന്ന് ഉപവസിച്ചാൽ ശരിയാകുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ചെടുത്ത അധികാരത്തിന്റെ ശുശ്രൂഷ, അഭിഷേകത്തിന്റെ നിറവ് എന്റെ മേൽ പകരപ്പെട്ടത് ഞാൻ ഒറ്റയ്ക്ക് എന്റെ റൂമിലിരുന്ന് ദൈവസ്ഥനിൽ ഇരുന്നപ്പോ കർത്താവിന്റെ സാന്നിധ്യം എന്റെ അരികിൽ ഇറങ്ങി വന്നു, എന്നെ ബലപ്പെടുത്തുവാൻ കൊണ്ടവിടെയായി. ഹല്ലേലൂയ. സ്തോത്രം. അപ്രകാരം ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദൈവദാസനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്, അദ്ദേഹം എന്നോട് ഇപ്രകാരം ഓർപ്പിച്ചു, സിസ്റ്റർ തനിയെ ഉള്ളത് കൊണ്ട്, നിങ്ങൾക്ക് പിന്നിൽ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി പേടിക്കണം. നിങ്ങളെ വലിയ മാരക രോഗിയാക്കും, മാനസിക രോഗിയാക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കുഞ്ഞുങ്ങളെ രോഗികളായിട്ട് ഹല്ലേലൂയ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ എന്നോട് ഓർപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചു, ദൈവദാസനെ, ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയല്ലേ നിൽക്കുന്നത്? എനിക്കൊരു പ്രാപ്തി ഇല്ലാതിരുന്നിടത്ത് സർവശക്തനായ ദൈവമല്ലേ എന്നെ അതിനായിട്ട് ബലപ്പെടുത്തിയത്. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോ എന്നോട്, പ്രാർത്ഥിക്കാൻ പിന്നിൽ സഭയോ ഓർപ്പിപ്പാനിടയായി. അത് കേട്ടപ്പോ മനസ്സിന് വളരെ ഭയവും ഭാരവും എന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായത്. എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് പിന്നിൽ ആരുമില്ല. ഈ ഒരു വാക്ക് എന്നോട് പലരും ഇങ്ങനെ ഓർപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ആരുമില്ല, പ്രാർത്ഥിച്ച് സഹായിക്കാൻ എനിക്ക് ആരുമില്ലെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എന്റെ ഹൃദയത്തിലും അപ്രകാരം എനിക്ക് ആരും പ്രാർത്ഥിക്കാനില്ലെന്ന് പറഞ്ഞപ്പോ ഒരു ഭാരം എന്റെ ഹൃദയത്തിലുണ്ടായി. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല. രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനും എന്നെ ഓർക്കാനും എനിക്ക് ആരുമില്ലപ്പ. ഞാനിങ്ങനെ പറഞ്ഞ് കർത്താവ് നിലത്ത് കവിണ്ട് വീണ് ആ തിരുവചനത്തിലേക്ക് എന്റെ മുഖം അമർത്തി ഞാൻ കിടന്ന്
ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിപ്പാൻ കൊണ്ടുവിടുക. എന്നിട്ട് ഞാൻ ഒരു 2:30 കയറി കിടന്നു. അപ്പൊ ഒരു 4:30 കർത്താവ് ഒരു ദർശനത്തിലൂടെ കർത്താവിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്റെ വിഷയം മുഴുവൻ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാ. കരയുന്നവരെ, വേദനിക്കുന്നവരുടെ വേദനകൾ, അവരുടെ മുറിവുകളൊക്കെ കെട്ടണമെന്നുള്ള ചിന്തയാണ്. എന്റെ പ്രാർത്ഥന കൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ ഒരു വ്യക്തിക്ക് ആശ്വാസം കിട്ടിയാൽ എന്റെ ഹൃദയത്തിൽ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ആ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം വളരെ കടന്നു പോകുന്ന എനിക്കറിയാം. എങ്കിലും ഞാൻ ഈ ഒരു വാക്കുകൂടെ ഓർപ്പിച്ച് എനിക്കുണ്ടായ ഒരു ദർശനം. അങ്ങനെ ഞാനിങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു ദർശനത്തിലൂടെ കാണുക. ഞാൻ 2 വ്യക്തികൾ, 2 സഹോദരിമാർ കരയുന്ന കരച്ചിൽ കേട്ട് ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവുക. അപ്പൊ പെട്ടെന്ന് 4 വശങ്ങളിലും വലിയ മതിൽ കെട്ടി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വഴി അടച്ചിരിക്കുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. അങ്ങനെ ഞാൻ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എന്താ നിങ്ങളുടെ ആവശ്യം? എങ്ങോട്ടാ പോകേണ്ടത്? എന്താ നിങ്ങളുടെ കാര്യം? അദ്ദേഹം ഇങ്ങനെ ചോദിപ്പാൻ കൊണ്ടെവിടെയായി. അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹത്തോട് ഇപ്രകാരം ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് ആ കരയുന്നവരെ ഒന്ന് കാണണം. ഞാൻ മുമ്പേ പോയ വഴിയാ, ആരോ അത് അടച്ചു കളഞ്ഞു. ആമേൻ. അവരെ കണ്ടാ മതിയോ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞു. എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നപ്പോ പെട്ടെന്ന് എന്നെ കാണിക്കുന്നത് വലിയൊരു മച്ചൊക്കെയുള്ള പഴയ ഒരു വീടാണ്. ആ വീടിന്റെ മുകളില് ആ മനുഷ്യൻ പെട്ടെന്ന് കയറി ഇരുന്നിട്ട് വലിയൊരു വടം പോലത്തെ കയറ് എന്നിലേക്ക് ഇങ്ങനെ ഇറക്കി തന്നു. അതിന് അറ്റം ഇങ്ങനെ ഒരു കുരുക്കിട്ടിരിക്കുക, കയറിങ്ങനെ കെട്ടി ഒരു കുരുക്കിട്ടിരിക്കുക. ആ കയറ് പെട്ടെന്ന് മുകളിൽ ഇരുന്നിട്ട് മുഴങ്കാലിൽ ഇരുന്നിട്ട് ആ കയറ് അദ്ദേഹത്തിന്റെ കരത്തിലാണ്. ആ കയറിങ്ങോട്ട് ഇറക്കി തന്നിട്ട് എന്നോട് ഓർപ്പിച്ചു, നിങ്ങളുടെ കഴുത്തിൽ കൂടി ആ കയർ ഇറക്കാൻ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞതുപോലെ ചെയ്തു. എന്റെ അരയുടെ ഭാഗത്ത് വന്നപ്പോ മുറുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. 2 കൈയും ചേർത്ത് കയറ് മുറുകെ പിടിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ആ കയറ് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി. ആമേൻ. ഒരു 4 അടിയോളം മുകളിലേക്ക് ഉയർത്തിയപ്പോ പെട്ടെന്ന് ഹല്ലേലൂയ ഒരു ഭിത്തിമേ ചെന്നിങ്ങനെ ഞാൻ ചെന്നിങ്ങനെ മുട്ടുവാനിടെ എന്റെ ശരീരം ചെന്ന് മുട്ടി. ഞാൻ ചെന്ന് മുട്ടിയ സ്ഥലം ഒരു വാതിലായിട്ട് തുറന്നു. അവിടെ ഞാൻ നോക്കുമ്പോ ആ കരയുന്ന 2 സഹോദരിമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്നൊരു അതിശയമായിട്ട് എനിക്ക് തോന്നി. ഞാൻ മുകളിലേക്ക് നോക്കി. ഇതൊന്നൊരു അത്ഭുതമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മുട്ടിയ വാതിൽ തുറന്നല്ലോ, അവരെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. മുകളിലേക്ക് നോക്കിയപ്പോ ആ മനുഷ്യന്റെ കരത്തിൽ ആ കയറിരിപ്പുണ്ട്. അദ്ദേഹം മുഴങ്കാലിരുന്ന് ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, എന്റെ മകളെ ബലപ്പെടുത്തണമേ, എന്റെ മകളെ ബലപ്പെടുത്തണമേ, എന്റെ മകളെ ബലപ്പെടുത്തണമേ എന്ന് ആമേൻ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. വീണ്ടും എന്നെ നോക്കി പ്രകാരം ഓർപ്പിച്ച്, എനിക്ക് ഭൂമിയുമായിട്ട് ബന്ധമില്ല, ഞാൻ ഈ കയറിന്മേൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ആമേൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇസ്രായേലേ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ നീ ഭയപ്പെടേണ്ടെന്ന് 3 പ്രാവശ്യം എന്നോട് സംസാരിച്ചു. ആമേൻ. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിപ്പാൻ എനിക്ക് വേണ്ടി ആരുമില്ലെന്ന് ഞാൻ വിചാരിച്ച സ്ഥാനത്ത് എനിക്ക് വേണ്ടി കാൽവറിയിൽ തന്റെ ചോര ചൊരിഞ്ഞ എന്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി ചോര ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുത്തെങ്കിൽ, ഹല്ലേലൂയ, വീണ്ടെടുപ്പിന്റെ വില മറുവിലയായിട്ട് ആ രക്തവും ശരീരവും ആമൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെ മകളാക്കി തീർത്തെങ്കിൽ, ഹല്ലേലൂയ, അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്ന എന്റെ പ്രാണപ്രിയനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. മുഴങ്കാലം അടക്കി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ടുവിടുകയായി. കർത്താവ് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെട്ടു. നീ എന്റെ വചനം എടുക്ക്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിപ്പാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഞാൻ ആ വചനം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമല്ല. ആമേൻ. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവദാസന്മാരെ, ഞാൻ അതിനുശേഷമാണ് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ തുടങ്ങിയത്. ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ ബലപ്പെടുത്തിയത്. ഞാൻ യഹോവയാണ്, ആമേൻ, മറ്റൊരുത്തനുമല്ല. ഹല്ലേലൂയ. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന്, വിവിധ ഭവനങ്ങളുടെ ഉള്ളറകൾക്കകത്തും ആമേൻ സ്തോത്രം ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ ദൈവവചനത്തിന്റെ ശബ്ദം എന്നെ ബലപ്പെടുത്തിയതുപോലെ ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടെ വേദനയോടെ, ആരും എനിക്കില്ല,
പ്രാർത്ഥിച്ച് സഹായിക്കാൻ ആരുമില്ലെന്ന് വ്യാകുലപ്പെടുന്നവരുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് ശുശ്രൂഷകളിൽ മുന്നേറാൻ ഒരു കൈത്താങ്ങൽ തന്ന പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആരുമില്ലെന്ന് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ മുൻപോട്ട് പോകുക. നിന്റെ വലം കൈക്ക് പിടിക്കുന്നവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു പ്രാണനാഥന്റെ സാന്നിധ്യം ഇന്ന് പകലുടെ വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽക്കാലം സാക്ഷ്യം ഓർപ്പിച്ചത് ദൈവാത്മാവാരെയൊക്കെ ബലപ്പെടുത്താനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു പ്രാണപ്രിയൻ, നാം അറിയാതിരിക്കുമ്പോ നമ്മെ അറിഞ്ഞ ഒരു ദൈവം. ഇരമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടില്ലോ. ഇരമ്യാവ് പറയുക, ഞാൻ ബാലന, എനിക്ക് സംസാരിപ്പാൻ അറിയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. മോശ പറഞ്ഞില്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. മോശ ആമേൻ 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 ഫറവോന്റെ മുൻപിൽ പോയി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ അവിടുന്ന് ഭയപ്പെട്ട് ഓടിപ്പോന്ന വ്യക്തിയാ. ഹല്ലേലൂയ. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, മോശേ ഹല്ലേലൂയ, നീ ഭയപ്പെടുന്നത് എന്തിനാ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. ഹല്ലേലൂയ. നാവും ആമേൻ ശബ്ദമൊക്കെ തന്നത് ആരാ? നിനക്ക് വായെ തന്നത് ആരാ? ഇരമ്യാവിനോട് പറയാ, നീ ബാലനാണെന്ന് പറയരുത്. ഹല്ലേലൂയ. നീ ജനിക്കുന്നതിന് മുന്നമേ, നിന്റെ അമ്മ അറിയുന്നതിന് മുന്നമേ, അസ്ഥി ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇരമ്യാവേ, നീ ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്, ഓ ദിവാരഗതുരജാനകച്ചസിയ, നീ അറിയിക്കേണ്ടിടത്ത് ജനത്തോട് അറിയിപ്പാൻ, ദേശത്തോട് അറിയിപ്പാൻ, ഹല്ലേലൂയ, നിന്നെ അയക്കുന്നിടത്തൊക്കെ നീ പോകേണ്ടതിന് എന്റെ കൈ നിന്നോട് കൂടെയുണ്ട്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ കൈ ഇരമ്യാവിന്റെ മേൽ വന്നു, യഹോവയുടെ വചനം അവന്റെ വായിൽ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. നോക്കുക, നിർമൂലമാക്കുവാൻ, ഇടിച്ചു കളവാൻ, പൊളിപ്പാൻ, നശിപ്പിപ്പാൻ, നടുവാൻ, പണിയുവാൻ ഞാൻ നിന്നെ ഇന്നു മുതൽ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ഇരമ്യാവ് പറയുക, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല, എന്നോട് പോകാൻ പറയരുത്, എന്നെ പറഞ്ഞേക്കരുത്. ഉടൽപനാധികാരകൾ ചെസ്സിയാന. എന്നാൽ ഇരമ്യാവിനോട് യഹോവയായ ദൈവം പറയുക, നീ ബാലനാന്ന് പറയരുത്, നിന്റെ കൂടെ ഞാൻ പോരും. ഓ, എന്റെ കൈ നിന്നോട് കൂടെ ഇരിക്കും, എന്റെ വചനം നിന്റെ നാവിന്മേൽ, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തിയാ നമ്മളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസി നാമെ ഓർപ്പിച്ചല്ലോ. സങ്കീർത്തനങ്ങൾ 118-ന്റെ 16-17 വാക്യങ്ങൾ. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്ന വലങ്കയ്യാ. ഈ ദൈവത്തിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കയ്യാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുന്ന യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്ന വലങ്കരം. ആമേൻ. പലപ്പോഴും നാം ഭയപ്പെടുക, നാം ഭാരപ്പെടുമ്പോ നിന്റെ വലങ്കൈക്ക് പിടിക്കുന്നവൻ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ടല്ലോ. ജാതികളെ കീഴടക്കാൻ, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിപ്പാൻ, കതകുകൾ തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കാൻ, ജാതികളെ കീഴടക്കാൻ, നമ്മുടെ ദേശത്തുള്ള ജാതിക ശക്തികൾ, പോരുകൾ, ദേശത്തിന്റെ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, വാഴ്ചകൾ, വെല്ലുവിളികൾ, ഇവയൊക്കെ കീഴടക്കാനുള്ള ഒരു അധികാരം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ അധരത്തിന്മേൽ കർത്താവ് തന്നിട്ടുണ്ട്. അവന്റെ വലങ്കൈക്ക് കർത്താവ് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഹോവയായ ദൈവം ഇരമ്യാവിനോട് പറഞ്ഞില്ലേ, ആ കൈ, ഹോവയുടെ കൈ ഇരമ്യാവിന്റെ മേലെ വന്നു. അവന്റെ വായെ ദൈവത്തിന്റെ വചനം അവന്റെ നാവിൽ കൊടുത്തു. ഹല്ലേലൂയ. ഹോവയുടെ കൈ അവന്റെ വായെ തൊട്ടു. ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. ഇരമ്യാവിന്റെ അധരത്തിന്മേലെ ആ വചനത്തിന്റെ ശബ്ദം വ്യാപരിപ്പാന്റെ കൊണ്ടിടയായി. അവന്റെ വായ യഹോവയുടെ കൈ തൊട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ തൊടുന്ന യഹോവയുടെ വലങ്കയുടെ ശക്തി, അതെ ഹല്ലേലൂയ, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത് വായിക്കാനിപ്പോ സമയം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഏലിയാവ് മുഴങ്കാലി മടക്കി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മുഴങ്കാലികൾക്കിടയിൽ ആഹാബിനോട് ഹല്ലേലൂയ വലിയ മഴ പെയ്യാൻ പോകുന്നു. മുഴക്കം അകത്ത് കേട്ടിട്ട് ദൈവസന്നിധി മുഴങ്കാൽ മടക്കുക. ഏലിയാവ് പറയുകയാണ്, ആഹാബേ, നീ പോയി ഭക്ഷിച്ച് പാനം ചെയ്തു. ഹല്ലേലൂയ. വലിയ മഴയുടെ
മുഴക്കമുണ്ട്. ഹല്ലേലൂയ. ഈ മുഴക്കം കേട്ട ഏലിയാവ് ആമേൻ സ്തോത്ര സാധ്യതകളൊന്നും മുൻപിൽ കണ്ടില്ല. അകത്ത് കിട്ടിയ വെളിപ്പാടിനകത്ത് മുഴങ്കാൽ മടക്കുവാൻ തയ്യാറായി ഏലിയാവിന് വേണ്ടി ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. അവൻ 6 പ്രാവശ്യം ബാല്യക്കാരനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഹല്ലേലൂയ അടയാളം കാണാനുണ്ടോ? ആമേൻ സ്തോത്രം ചെയ്യുന്നു. ബാല്യക്കാരൻ പറയുക, യാതൊരു അടയാളവും ഇല്ല. ഹല്ലേലൂയ. യാതൊരു ലക്ഷണങ്ങളും, മഴയുടെ ഒരു ലക്ഷണവും ഇല്ല. പക്ഷേ അകത്ത് മുഴക്കമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ മുഴക്കം നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, നിങ്ങളുടെ അകത്തൊരു മുഴക്കം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് കൽപ്പിക്കുക, ഈ മുഴക്കം വൻ മഴയാകാൻ പോകുക. നമുക്ക് വേണ്ടി ഒരു കരം ഉയരാൻ തുടങ്ങിയ ആമേൻ ഏലിയാവ് ഹല്ലേലൂയ 6 പ്രാവശ്യം പറഞ്ഞ വാക്ക് കേട്ടിട്ട് നിരാശനായില്ല. ആമേൻ സന്തര സാധ്യത ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടു നിരാശയൊന്നും ഏലിയാവിന് ഉണ്ടായില്ല. അവൻ സാധ്യതകളിലേക്ക് നോക്കിയില്ല. മുഴങ്കാലുകൾക്കിടയിൽ തല കുനിച്ച ഏലിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആമേൻ 7-ാം പ്രാവശ്യം മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം ഹല്ലേലൂയ കടലിൽ നിന്ന് പൊങ്ങിയെന്ന് ആമേൻ ബാല്യക്കാരൻ പറഞ്ഞപ്പോ ഏലിയാവ് എഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി നാളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആമേൻ ചില വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രീത സിസ്റ്ററോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ നിരാശകളെ മാറ്റുന്ന ഒരു മഴയുടെ മുഴക്കം വെളിപ്പെടാൻ തുടങ്ങുക. ദൈവത്തിന്റെ ഹല്ലേലൂയ മഴയുടെ ഒരു വലിയ മുഴക്കം നിനക്ക് വേണ്ടി മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങുവാൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുക. ഉടൽമന സന്തരാധികച്ഛസിയ ഏലിയാവ് പ്രാർത്ഥന കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ആഹാബിനോട് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിപ്പാൻ. അപ്പോഴും കണ്ടത് മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘമാണ്, കൈ പോലെ ഒരു മേഘം. ഹല്ലേലൂയ. അത് കണ്ടപ്പോ ആഹാബിന്റെ അടുത്ത് ചെന്ന് ആമേൻ സ്തോത്രം വിശ്വാസത്തിന്റെ വാക്ക് പറയുക, ഹല്ലേലൂയ മഴ നിന്നെ തടുക്കാതിരിക്കാൻ രഥം പൂട്ടി പോയി കൊള്ളുക. ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ചില സാധ്യതകൾ വൻമഴയാകാൻ പോകുക. ലിസി സിസ്റ്ററെ, ദൈവാത്മാവ് ഇടപെടുകയാ. നിനക്ക് വേണ്ടി ഒരു വൻമഴ പെയ്യാൻ പോകുക. ഉടമാരകതനഘടകസ്യ ചില സാധ്യതകൾ ഇല്ലെന്ന് ചിന്തിക്കുന്ന ചില മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചില വൻമഴയാക്കി ചില മഴയെ നിനക്ക് വേണ്ടി അയക്കാൻ തുടങ്ങിയ കരം നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ആ വലങ്കയുടെ ശക്തി ഇന്ന് പകൽക്കാലം എവിടെ വെളിപ്പെടണമോ നിനക്ക് വേണ്ടി ഉയരേണ്ട മണ്ഡലത്തിൽ ഉടൽമനാധികാര സംഭവാരകക്ഷസിയ അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമൻ ആഹാബിനോട് പറഞ്ഞു രഥം കൂട്ടി പോകാൻ. ഹല്ലേലൂയ. ആമൻ വീണ്ടും അവൻ ഹല്ലേലൂയ ആമൻ 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 ഏലിയാവിന്റെ മേൽ യഹോവയുടെ കൈ വന്നു. ഇന്ന് പകൽക്കാലം ഈ യഹോവയുടെ വലങ്കരം നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്നത്, ജീവിപ്പിക്കുന്ന വലങ്കയ്യ. ഇന്ന് പകൽക്കാലം ഈ വലങ്കയുടെ ശക്തി നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവദാസിമാരുടെ മേൽ ഈ വലങ്കരത്തിന്റെ ശക്തി ആവരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ സമയങ്ങൾ കടന്നു പോകുന്നു. ഹല്ലേലൂയ. 37-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ യഹോവയുടെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. ആമേൻ. യെഹെസ്കേലിനെ യഹോവയുടെ ആത്മാവിനാൽ അവനെ പുറപ്പെടുവിച്ചു. ഒരു താഴ്വരയിലാ കൊണ്ടു നിർത്തിയത്. സകല സാധ്യതകളും അസ്തമിച്ച് ഭയാനകമായ ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ഉണങ്ങിക്കിടക്കുന്ന, വരണ്ടു കിടക്കുന്ന ഭയാനകമായ തലയോട്ടികളും അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട താഴ്വരയും യെഹെസ്കേലിനെ യഹോവയുടെ കൈയാൽ അവന്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിനാൽ പുറപ്പെടുവിച്ച് താഴ്വരയുടെ പരപ്പിൽ കൊണ്ട് നിർത്തിയെങ്കിൽ ഹല്ലേലൂയ ഇപ്പോ നോക്കുന്ന ഇടത്ത് ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത, ഇല്ല ഉണങ്ങിക്കിടക്കുന്ന, ബന്ധം വിട്ടുകിടക്കുന്ന, യാതൊരു സാധ്യതയുമില്ലാത്ത ഇല്ല മേഖലകളിലാണോ നീ നിൽക്കുന്നത്? ഇന്ന് പകൽ ഈ ആത്മാവിന്റെ ശക്തിയോടെയാണ്, യഹോവയുടെ കൈയാലാണ് ദൈവത്തിനെ നടത്തുന്നതെങ്കിൽ നിൽക്കുന്നിടത്തുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ആലോചന തരികയാണ്. ഉടമാറവനധിക
ലിബി സിസ്റ്ററെ, ദൈവാത്മാവിന്റെ പകൽ ഇടപെടുകയാണ്. അവന് താഴ്വരയുടെ പരപ്പിലാണോ നിൽക്കുന്നത്? അല്ല പ്രതീക്ഷകൾ അസ്തമിച്ച മേഖലയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരാധിച്ചത് ബലമേറ്റെടുക്കുക. ആമന്റെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി. ആമൻ യെഹെസ്കേലിനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? സാധ്യതയില്ലാത്തിടത്ത്, അസാധ്യമെന്ന് ചിന്തിക്കുന്നിടത്ത്, ആമേ പ്രത്യാശയ്ക്ക് ഒരു വകയില്ലാത്തിടത്ത്, ആമേ യെഹെസ്കേലിനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹോവേ നീ അറിയുന്നു. ഇന്ന് പകൽക്കാലം ചിലത് ജീവൻ പ്രാപിപ്പാൻ പോകുകയാണ്. ചിതറിക്കിടക്കുന്ന ചില വാക്തത്വങ്ങൾ, ദിവന ഹത്തുരാരകസിയ, ചില വാക്തത്വങ്ങൾ, അനേക വാക്തത്വങ്ങൾ പ്രിയ മോളിയാക്കി ദൈവാത്മാവ് ഇടപെടുകയാണ്. അനേക വാക്തത്വങ്ങൾ നാം കേൾക്കുന്നുണ്ട്. തലമുറകളെ കുറിച്ച് വാക്തത്വം കേൾക്കുന്നുണ്ട്. ശുശ്രൂഷയെ കുറിച്ച് വാക്തത്വങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം ചിതറിക്കിടക്കുക, ഉണങ്ങിക്കിടക്കുക. ആത്മാവിന്റെ പകൽ ഇടപെടുക. അവയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു കാറ്റ്. നാല് ദിക്കിൽ നിന്നും ഈ ആത്മാവിന്റെ കാറ്റ് പുറപ്പെടാൻ തുടങ്ങിയ, നമുക്ക് വേണ്ടി കാറ്റ് പുറപ്പെടാൻ തുടങ്ങിയ, നാല് ദിക്കിൽ നിന്നും ഈ കാറ്റ് വന്ന് അസ്ഥികൾ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതുക. ഇന്ന് പകൽ ആത്മാവിനെ ആരാധിച്ചാട്ടെ. ദൈവാത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. ചിതറിക്കിടക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നാളുകളായിട്ടുള്ള വാക്തത്വങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ വാക്തത്വങ്ങൾ ജീവൻ പ്രാപിക്കാതെ ഹല്ലേലൂയ, അത് ഉണങ്ങിക്കിടക്കുന്നെങ്കിൽ, ചൈതന്യമില്ലാതെ കിടക്കുന്നെങ്കിൽ, പ്രതീക്ഷകളെല്ലാം അറ്റുകിടക്കുന്നെങ്കിൽ, ഏറ്റവും ഉണങ്ങിയതാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിന് പകൽ ചലിച്ചിറങ്ങുകയാ. ദൈവാത്മാവിന്റെ കാറ്റ് വന്നു ചിതറിക്കിടക്കുന്ന ഈ അസ്ഥിയിലേക്ക്, ബന്ധം വിട്ടുകിടക്കുന്ന അസ്ഥികളിലേക്ക്, വചനത്തിന്റെ ശക്തി വന്നപ്പോ, ആത്മാവിന്റെ കാറ്റ് വന്നപ്പോ അവ ജീവൻ പ്രാപിച്ചു. ദൈവാത്മാവിന്റെ പകൽ ഇടപെടുന്നു. ഇല്ല ചിതറിക്കിടക്കുന്ന വാക്തത്വങ്ങൾ, തലമുറയെ സംബന്ധിച്ചുള്ള വാക്തത്വങ്ങൾ ചിതറിക്കിടക്കുന്നെങ്കിൽ ദൈവാത്മാവിന്റെ പകൽ ഇടപെടുകയാണ്. അവരുടെ മേലെ ജീവൻ വരാൻ പോകുകയാണ്. ആത്മാവിന്റെ ശക്തി ആവരിക്കുക. പകൽ ചിലതിന്റെ ജീവൻ പ്രാപിച്ച്, ചിലതിന്റെ ദൈവമഹത്വം ഇറങ്ങി, പുതിയ ജീവനുകൾ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ശുശ്രൂഷ മേഖലകൾ ഒതുക്കിക്കളയുന്ന ഇരുളിന്റെ മണ്ഡലങ്ങൾ ആത്മാവിന്റെ അഴിയട്ടെ. ദൈവാത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. വീണ്ടും ഒരു വലിയ സൈന്യം താഴ്വരയിൽ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുക. വീണ്ടും ഒരു സൈന്യമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എല്ലാം ചിതറിച്ച് കളഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അസ്ഥികൾ ചിതറിക്കിടക്കുന്നെങ്കിൽ അവ പണ്ട് അത് ചിതറിയതല്ലായിരുന്നു. ഇപ്പോഴെ ഉണങ്ങിയ അസ്ഥികളും തലയോട്ടികളും ഒക്കെയായിട്ട് അവിടെ ഇവിടങ്ങളായിട്ട് കിടക്കുന്നെങ്കിൽ മുമ്പ് ഇവയെല്ലാം ഒരുമിച്ചിരുന്നതാ. ഒരു സൈന്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം എന്ത് ചിതറിക്കിടക്ക, ഉണങ്ങിക്കിടക്ക. ആത്മാവിന്റെ പകൽ ഇടപെടുകയാ. ആത്മാവിന്റെ കാറ്റ് ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് വന്ന് വീശാൻ തുടങ്ങിയ, ചിതറിക്കിടക്കുന്നതിന്, ബന്ധം വിട്ടുപോയതിന് ആത്മാവ് ചില മേഖലകളിൽ നിന്ന് വീണ്ടും അടുപ്പിച്ചോണ്ട് വരാൻ പോകുക. ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നു എന്ന് ആത്മാവിന്റെ പകൽ ശക്തിയോടെ ആലോചന തരുന്നു. ദൈവാത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. വാക്തത്വങ്ങൾ എവിടെയൊക്കെയാണ് ചിതറിക്കിടക്കുന്നത്? ദൈവാത്മാവ് ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അവര് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ മേലിറങ്ങിയ ദൈവ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു മുക്കുവനായിരുന്നു, വിദ്യാഭ്യാസ യോഗ്യതയില്ലായിരുന്നു, ഒന്നും പുകഴാനില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അവനെ പിടിപ്പാൻ തക്കോണമിടയായി. അവനായിരുന്ന ആ പടകിനകത്ത് വിശദീകരിപ്പാൻ സമയമില്ലല്ലോ. അവന്റെ പടകിൽ കർത്താവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ. അനേക ചെറുപടകുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും
എങ്കിലും പടകുകളെ മാറ്റിയിട്ട് പത്രോസുള്ള പടകിനകത്ത് കർത്താവ് കയറി. ഹല്ലേലൂയ. പടകിനകത്ത് കർത്താവ് കയറിയിട്ടുണ്ടെങ്കിൽ ഓളി റൈഡമനകച്ചിയ ചിലര് പുതിയത്, ചിലർ ഈ കണ്ടിട്ടില്ലാത്തത്, അനുഭവിച്ചിട്ടില്ലാത്തത്, പുതിയത് ചിലത് വെളിപ്പെടാൻ തുടങ്ങിയ ഉടമാനക ശബ്ദരാധികരകശിയാല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരട്ടെ. പത്രോസിനെ കർത്താവ് പിടിച്ചു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവനെ എടുത്തു. ഹല്ലേലൂയ. പത്രോസിനോട് ആമേൻ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ അതിനെ വിശദീകരിക്കാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ സമയമില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ ചോദിക്കുകയാണ്, ആമേൻ ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. ആമേൻ ഇരമ്യാവോ, പ്രവാചകന്മാരിൽ ഒരുത്തനോ, ആമേൻ ഏലിയാവോ, ഓ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകനെന്നോ ഒക്കെയാ ജനം പറയുന്നത്. പക്ഷെ പത്രോസിനോട് ചോദിക്കാം, പത്രോസേ നീ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ ആമേൻ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? പലരും മിണ്ടാതിരിക്കുമ്പോ ഈ വെളിപ്പാട് കിട്ടിയ പത്രോസ് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്നു. ഈ വെളിപ്പാട് പ്രാപിച്ചവന്റെ നാവിൽ നിന്ന് വന്ന വാക്ക് കേട്ടപ്പോ ഓ ഹല്ലേലൂയ കർത്താവ് പത്രോസിനോട് പറയുക, ശിമോനെ, അവൻ ജഡരക്തങ്ങളല്ല ഈ വെളിപ്പാട് നിനക്ക് തന്നത്, വെളിപ്പാട് പ്രാപിച്ചവനെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. ഓ പ്രിയ ജോയ്ബിയെ ഒതുക്കി വെക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എവിടെല്ലാം ഒതുക്കപ്പെടാൻ നോക്കിയാലോ ആത്മാവിന്റെ തീ ഈ വെളിപ്പാട് അകത്ത് കത്തിയവരെ എവിടെ ഒതുങ്ങാൻ ശ്രമിച്ചാലോ ആത്മാവിന്റെ ആളുകൾ കൊണ്ടുവരും. വീണ്ടും ഒരു ശക്തിയേറിയ ശുശ്രൂഷ ചെയ്തെടുക്കാനുണ്ടെന്ന് ആത്മാവ് വീണ്ടും ഇടപെടുകയാണ്. വീണ്ടും ഒരു ഓടാന ദൈവാത്മാവ് കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിനായിട്ട് ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു അധികാരത്തിന്റെ താക്കോല്, സ്വർഗരാജ്യത്തിന്റെ താക്കോല് ദൈവത്തിന്റെ വലം കൈ ഇറങ്ങി വന്ന് പത്രോസിന്റെ കയ്യിലോട്ട് കൊടുത്തു. വെളിപ്പാട് പ്രാപിച്ചവന്റെ കയ്യിലേക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില പണികൾ ഇനിയുണ്ട് കേട്ടോ. ഉടമാരകച്ചസ്യ തീർന്നു, ഞാൻ മടുത്തു, ക്ഷീണമായി. ഓ ലിഖമ സന്ദരാധന, ഞാൻ ഒത്തിരി ഓടി. അടൽമനഹസ്യ ഒത്തിരി കട്ട സഹിച്ചു. ഓ റികമ സമനഹസ്യ നിരമഹത്തുരാരകച്ചസ്യ നിരൽമന സന്ദന ഒത്തിരി നിന്ന സഹിച്ചു, ഒത്തിരി വേദന സഹിച്ചു, ഞാൻ മടുത്തെന്ന് പറഞ്ഞ് ഇരിപ്പാൻ നമുക്ക് സമയമില്ല. ഉടൽമനാധികക്ഷസ്യ ജീവാരഘടകസ്യ വീണ്ടും ചില ഓട്ടമുണ്ട്, ചിലരുടെ വിടുവിക്കപ്പെടാനുണ്ട്, ഒരു കൂട്ടത്തെ നേടാനുണ്ടെന്ന് ആത്മാവ് ശക്തമായി ആത്മാവിൽ പുറപ്പെടുക. എവിടെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഓ റിബലഘടക ശബ്ദരാധികരക്ഷസ്യ നീ സ്വർഗത്തിൽ കെട്ടിയാൽ അത് ഭൂമിയിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയും. ഈ അധികാരത്തോടെ പുറപ്പെടും. വീണ്ടും പുറപ്പെട. മനുഷ്യന്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ. ആമേ പത്രോസിനോട് പറഞ്ഞില്ലേ, ഇവന് ഞാൻ എവിടുന്ന് കിട്ടി? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. എന്നാൽ പത്രോസ് ദൈവത്തിന് താണിരുന്നു. പത്രോസിന്റെ മേൽ ഇറങ്ങിയ ശക്തി അവനെ മിണ്ടാതിരുത്തുന്നതല്ല, അവന് ഒതുങ്ങാൻ പറ്റാത്ത സാന്നിധ്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 1-ാം അധ്യായം നമുക്ക് കാണുന്നു. വാഗ്ദത്തത്തിനായി കാത്തിരുന്നവരുടെ മേൽ ഇറങ്ങിയ ശക്തി അതാർക്കും ഒതുക്കാൻ കഴിയത്തില്ല. എത്ര എവിടെല്ലാം ഒതുക്കാൻ ശ്രമിച്ചാലും, ഓ ഹല്ലേലൂയ, മിണ്ടാതാക്കാൻ ശ്രമിച്ചാലും എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. 120 പേർ ഇരുന്നവരുടെ ഇടയിൽ, ഒരുമനപ്പെട്ടിരുന്നവരുടെ ഇടയിൽ, ഒരുമിച്ചിരുന്നവരുടെ ഇടയിൽ ആത്മശക്തി ആവരിച്ചു. ഐക്യതയോടെ ഒരുമനപ്പെട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ദൈവസന്നിധിയിൽ ഒരുമനപ്പെട്ടിരിക്കുന്ന, ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ആത്മാവിൽ ദൈവ സാന്നിധ്യത്തിനാൽ കൂടിയിരിക്കുന്ന തന്റെ ജനത്തിന് മേൽ ഇറങ്ങുന്ന ശക്തി ആർക്കും ഒതുക്കാൻ കഴിയുന്നതല്ല. അവിടെ ഇടയിൽ ഒരു മുഴക്കം വെളിപ്പെടാൻ പോകുകയാണ്. അവിടെ ഇവിടങ്ങളിലായിട്ടായിരിക്കും ഇരിക്കുന്നത്.